15,000 റുപ്പീസിനകത്ത് പോക്കോന്റെ M7 Pro ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു M7 Pro നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിവൈസ് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ബെസ്റ്റ് പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ ബെസ്റ്റ് ക്യാമറ ഉണ്ടോ അതും ഇല്ല. എന്നാൽ ബെസ്റ്റ് ഡിസ്പ്ലേ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ബാക്കി എലമെന്റ്സ് ഒക്കെ നോക്കുമ്പോൾ ഇതിനെയും കാട്ടും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതും അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ സ്പെസിഫിക്കേഷൻ ഓഫർ ചെയ്യുന്ന ഫോൺസ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ മേടിക്കാൻ പറ്റും. അങ്ങനെയുള്ള 3 ഫോൺസ് പറഞ്ഞുതരാം. ദിസ് ഈസ് ഫോൺ മോസ്. ഇതാണ് 15,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് 3 ഫോൺ. ഇപ്പോൾ പോക്കോ M7 Pro വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിവൈസ് തന്നെയാണ്, നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഡിവൈസ് തന്നെയാണ്. പക്ഷെ നോർമൽ യൂസർ ആണെങ്കിൽ നോക്കാൻ പറ്റും. പിന്നെ പോക്കോ ഫാൻ ആണ് അല്ലെങ്കിൽ ഷവമിയുടെ ഫോൺ തന്നെ വേണമെങ്കിലും നോക്കാവുന്ന ഡിവൈസ് ആണ്. അല്ലാത്തവർക്ക് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 3 ഡിവൈസ് മോർ ദാൻ ഇനഫ് ആണ്. ഒന്നാമത്തെ ഫോണാണ് സാംസങ്ങിന്റെ M35. 15,000 റുപ്പീസിനകത്ത് നമുക്ക് ഈ ഒരു ഫോൺ മേടിക്കാൻ പറ്റും. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഫോണിനെക്കാട്ടും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫോൺ 15,000 റുപ്പീസിനകത്ത് വേറെ ഇല്ല. അതായത് ക്യാമറ പെർഫോമൻസ് വേണം, എനിക്ക് ക്യാമറയാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത്. നോർമൽ യൂസിംഗ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഡിവൈസ് തന്നെയാണ്. 15,000 രൂപയ്ക്ക് നമുക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 6.67 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. എനിക്ക് ഓക്കെയാണ്, കാരണം 15,000 രൂപയുടെ ഫോണിൽ ഈ ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് നോർമലാണ്. എന്നാൽ ഈ ഒരു ഫോൺ ലോഞ്ച് ആയ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വെറുതെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിന് 15,000 റുപ്പീസിനകത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വേണമെന്നൊന്നും നിർബന്ധമില്ല. ബെസൽസ് ഒക്കെ അത്യാവശ്യം കനമുണ്ട്. എന്നിരുന്നാൽ പോലും ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് സാംസങ് ആയതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി പാനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. പക്ഷെ എന്തൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്താലും നല്ലൊരു ടെമ്പേർഡ് ഗ്ലാസും കേസ് മേടിച്ച് യൂസ് ചെയ്യുക. ഫോൺ തറയിൽ പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെമ്പേർഡ് ഗ്ലാസും കേസും യൂസ് ചെയ്യുക. പിന്നെ 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ വൈസ് വലിയ ക്വാളിറ്റി അങ്ങനെ ഇഷ്യൂസ് ഒന്നും പറയാനില്ല. നല്ല പാനൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 6000 mAh ബാറ്ററി എടുത്തിട്ടുണ്ട്. ചാർജർ ബോക്സിനകത്ത് കിട്ടത്തില്ല. അതൊരു മേജർ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ലിസ്റ്റിലുള്ള സ്മാർട്ട് ഫോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ 2 ഫോണിനും ചാർജർ കിട്ടുന്നില്ല. ഒരു ഫോണിന് മാത്രമാണ് ചാർജർ ബോക്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഫോണിന്റെ കൂടെ നമുക്ക് ചാർജർ ഇല്ല. എക്സ്ട്രായിട്ട് മേടിക്കണമെങ്കിൽ അറൗണ്ട് ഒരു 800 റുപ്പീസിനൊക്കെ മേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് സാംസങ് ഇടക്കിടക്ക് ഓഫേഴ്സ് ഒക്കെ ഇടാറുണ്ട് ഇതിന്റെ കൂടെ ബണ്ടിൽ ചെയ്ത്. അതിനിപ്പോൾ എപ്പം വരും അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ ഓഫേഴ്സ് ഒക്കെ കാണുമോ ഇല്ലെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു PD ചാർജർ ഈ ഒരു ഫോണിന്റെ കൂടെ മേടിക്കേണ്ടി വരും. അതും സാംസങ്ങിന്റെ PPS ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ചാർജർ തന്നെ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 25 വാട്ട്സിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. യെസ്, വളരെ സ്ലോ ചാർജിങ് ആണ് സാംസങ് ഇതിനോട് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഓക്കെയാണ്. എന്നാൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഫോണിന്റെ ക്യാമറാസ് ആണ്. അതുപോലെ തന്നെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും പിന്നെ ഒരു 2 മെഗാ പിക്സലിന്റെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മാക്രോ ലെൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 ക്യാമറ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ആ ഒരു പ്രൈമറിയും അൾട്രാ വൈഡും. ആ ഒരു പ്രൈമറി അൾട്രാ വൈഡും നോക്കുകയാണെങ്കിൽ നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. 50 മെഗാ പിക്സൽ എന്ന് പറയുന്ന ഔട്ട്പുട്ട് സാംസങ്ങിന്റെ ടിപ്പിക്കൽ കളർ സയൻസ് ഒക്കെ വരുന്ന ഒരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ പെർഫോമൻസ് വേണമെങ്കിൽ ഈ ഒരു ഫോൺ 100% റെക്കമെൻഡഡ് ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 13 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതും അത്യാവശ്യം ഡീസന്റ് ക്യാമറ പെർഫോമൻസ് നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ തരുന്നതാണ്. ആൻഡ് ഈ ഒരു ഫോണിന്റെ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സിനോസിന്റെ 1380 ചിപ്സിലാണ് കിട്ടുന്നത്. ഡീസന്റ് പെർഫോമൻസ് ആണ്. അത്യാവശ്യം ഡീസന്റ് AnTuTu സ്കോർ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നോർമൽ യൂസർ ആണെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. എന്നാൽ ഹെവി പെർഫോമൻസിലൊന്നും നോക്കാൻ പറ്റിയ ഡിവൈസ് അല്ല. പിന്നെ സാംസങ്ങിന്റെ 1 UI ആണ്. 1 UI ആയതുകൊണ്ട് തന്നെ 4-5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും തരുന്നുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 4 വർഷമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഫോൺ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എക്സിനോസ് 1380 ആയതുകൊണ്ട് ഒരു നോർമൽ ആവറേജ് പെർഫോമൻസ് ആണ്. എന്നാൽ ഭയങ്കരമായിട്ടുള്ള ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇതുവരെയും കേട്ടിട്ടില്ല. മാത്രമല്ല ഒരുപാട് ഹീറ്റിങ്ങോ അങ്ങനെയൊന്നും ഇഷ്യൂസ് പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ ഗെയിമിംഗ് ഫോൺ അല്ല. ഗെയിമിങ്ങിനാണെങ്കിൽ അടുത്തുള്ള ഫോൺസ് നോക്കുന്നതായിരിക്കും നല്ലത്. ഇതൊട്ടും തന്നെ ഞാൻ ഗെയിമിങ്ങിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ക്യാമറ പെർഫോമൻസും സോഫ്റ്റ്വെയറും വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിവൈസ് ആണ് ഈ ഒരു പ്രൈസ് പോയിന്റിന്. നെക്സ്റ്റ് ഫോണാണ് റിയൽമിയുടെ നാർസോ 70 ടർബോ. ഈ ഒരു പ്രൈസ് പോയിന്റിൽ മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഫോൺ. ഈ ഒരു ഫോണിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ഉണ്ട്, നല്ല ഡിസ്പ്ലേ ഉണ്ട്, ഒരു ഡീസെന്റ് ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ക്യാമറയും കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്യാമറ പെർഫോമൻസിന് ഈ ഒരു ഡിവൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ഈ ഒരു ഫോണിന്റെ അൺബോക്സിങ്ങും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ക്യാമറ സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. വെറും മോശം ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നോക്കുകയാണെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് നല്ലതാണ്. ഡയമണ്ട് സിറ്റിയുടെ 7300 എനർജി എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം നല്ല എനർജി ഒക്കെ ഈ ഒരു ഫോണിനുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഇഷ്യൂസ് വരുന്നില്ല. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഫോണാണ്. ഈ ഒരു ഫോണിന്റെ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്.
ഐ ബട്ടണിൽ ഞാൻ വീഡിയോ കൊടുത്തേക്കാം, അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ. അപ്പോൾ പെർഫോമൻസ് നല്ലതാണ്. ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി എടുത്തിട്ടുണ്ട്. ചാർജർ ബോക്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 45 വാട്ട്സിന്റെ ചാർജർ ആണ്. അതും പ്രൊവൈഡ് ചെയ്യുന്ന തന്നെ വലിയ കാര്യം, കാരണം ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്ന ഫോണിലും ചാർജർ ഇല്ല. ആൻഡ് 5000 mAh ബാറ്ററിയാണ്. ചിപ്സെറ്റ് ഭയങ്കര എനർജി കൺസ്യൂമിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഈ ഒരു ഫോണിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ റിയൽമി UI ആണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആഡ്സും ബ്ലോട്ട്വെയറും ഈ ഒരു പ്രൈസ് പോയിന്റ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സാംസങ്ങിലും ഉണ്ട്. സാംസങ്ങിൽ വന്നിട്ട് ആഡ്സ് ഇല്ല, ബ്ലോട്ട്വെയർ എന്തായാലും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ ആഡ്സും ബ്ലോട്ട്വെയറും എല്ലാ പരിപാടിയും ഉണ്ട്. അതൊക്കെ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതെല്ലാം ബ്ലോക്ക് ചെയ്ത് ക്ലീൻ എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ക്യാമറ പെർഫോമൻസിൽ നോക്കല്ലേ. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ സപ്പോർട്ടും ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ വേപ്പർ ചേംബർ കൂളിംഗ് അങ്ങനത്തെ സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റിങ്ങോ അങ്ങനെയൊന്നും ഞാൻ ഇതിൽ നിന്ന് ഫേസ് ചെയ്തിട്ടില്ല. ഗെയിം കളിക്കുമ്പോൾ നോർമലി എല്ലാ ഫോൺസിനെ പോലെയും ഇതും ചെറുതായിട്ടൊന്ന് ചൂടാവാറുണ്ട്. പക്ഷെ ഓവർ ഹീറ്റിംഗ് ഒന്നും ഈ ഒരു ഫോണില്ല. അത്യാവശ്യം സ്റ്റേബിൾ ആയിരുന്നു. ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. ആൻഡ് BGMA കളിക്കാനോ PES കളിക്കാനോ ഒക്കെ ഗെയിമിങ്ങിനാണെങ്കിൽ ഈ ഒരു ഫോൺ നോക്കിക്കോളും. ഇനിയിപ്പോൾ എനിക്ക് ഗെയിമിംഗും ചെയ്യണം, നല്ലൊരു ഡീസന്റ് ക്യാമറയും വേണം, നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം, എല്ലാം വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഡിവൈസ് ആണ് CMF Phone 1. ഈ ഒരു ഫോണിന് 15,000 റുപ്പീസിനകത്താണ് ഇപ്പോൾ ഇതിന്റെ ബേസ് വേരിയന്റിന് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഈ ഒരു ഫോണിന് Dimensity 7300 ചിപ്സെറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീസന്റ് ക്യാമറ കിട്ടുന്നുണ്ട്. സാംസങ്ങിന്റെ അത്ര നല്ല ക്യാമറ അല്ല, എന്നാൽ തീരെ മോശം ക്യാമറയല്ല. പിന്നെ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. നത്തിങ് OS 3 അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആൻഡ് ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് കിട്ടുന്നുണ്ട്. BGMA നോക്കുകയാണെങ്കിൽ നമുക്ക് 120 FPS ഫ്രെയിം റേറ്റ് അൺലോക്കും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 120 FPS സ്റ്റേബിൾ ആയിട്ട് കളിക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് പോയിന്റിലുള്ള ഫോണിലും അതിനുള്ള സെറ്റിംഗ്സ് കൊടുത്തിട്ടുള്ള തന്നെ വലിയ കാര്യമാണ്. പിന്നെ നത്തിങ് OSന്റെ സപ്പോർട്ടും അതൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്ന ഒരു വെൽ പാക്കേജ്ഡ് ഫോണാണ്. ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല. അപ്പൊ ഗെയിമിങ്ങിനാണെങ്കിൽ പോലും FPS കൊടുത്തിട്ടുണ്ടെങ്കിലും ഭയങ്കര സ്റ്റേബിളോ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് നമ്മുടെ റിയൽമി നാർസോ ആണ്. പക്ഷേ ഈ ഫോണിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. കാരണം ചിപ്സെറ്റ് ഒക്കെ സെയിം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസും CMF Phone 1-നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പും നല്ലതാണ്. എന്നാൽ ഈ പ്രൈസ് പോയിന്റിന് ഏറ്റവും ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ ഈ പ്രൈസിന് തീരെ മോശമല്ല ഈ ഒരു ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിടിലാണ്. അതിനെപ്പറ്റി ഒന്നും പറയാനല്ല, കാരണം ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും അതൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവിടെയും ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ റിയൽമി നാർസോ 70 ടർബോ ആയിട്ടും കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പിക്ക് എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് 5, 4, 6 ഫോൺസ് ഒക്കെ ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങളിൽ വരുത്തേണ്ടെന്ന് വെച്ചാണ് 3 ഫോൺസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ 3 ഫോൺസും അത്യാവശ്യം നല്ല ഫോൺസ് ആണ്. ഇതിൽ ഏത് വേണം മേടിക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോക്കോ M7 പ്രോയും നല്ല ഡിവൈസ് തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടും കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ 3 ഡിവൈസും ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസോടെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.